സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾക്ക് എല്ലാവർക്കും ഒരു സുഖം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഷിംജിതയ്ക്ക് ഇങ്ങനെ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്കെല്ലാവർക്കും നല്ലൊരു സുഖം കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്രൂരതയാണ് ആ യുവതി ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനോട് കാണിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും ഇപ്പോഴും വരുന്നൊരു പുതിയ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക്കിന് പണം തട്ടാൻ വേണ്ടിയിട്ടാണ് ദീപക്കിൻ്റെ വീഡിയോ ചിത്രീകരിച്ചത്. അതുപോലെ തന്നെ ഹണി ട്രാപ്പായിരുന്നു ലക്ഷ്യം എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും വാർത്തകൾ കേട്ടതിന് ശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ലൈംഗികാരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ്. ബസിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന. ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയും വേഗത്തിലാക്കും. എ കെ അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എ കെ അഭിലാഷ്, ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ്. എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും പോലീസിന് മുന്നിലില്ല. ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ? തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ കന്യക, അതായത് ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. കാരണം കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് 11 മണിക്ക് ശേഷം കുന്നമംഗലം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കുമെന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ളൊരു നിയമോപദേശം കൂടി ഇപ്പോൾ പ്രോസിക്യൂഷൻ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയില്ല. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിൽ ജാമ്യം തടയാനുള്ള ശ്രമമായിരിക്കും ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാവുക എന്നാണ് അറിയുന്നത്. ഏതായാലും ഈ ആരോപണത്തെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട്. അടപ്പാവികളെ എപ്പിയടാ ഇത് എന്നടാ കേക്കരുത്. എല്ലാവരും പറഞ്ഞതുപോലെ ഷിംജിത പാപമാണ്. ഇവിടെ കുറേ ടീം ഉണ്ടായിരുന്നല്ലോ. ഷിംജിത അങ്ങ് പാപമാണ്, ഷിംജിത പാവാടയാണ്, ഷിംജിത പാപാപാണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടീമുകൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തോ ആക്ടിവിസ്റ്റുകളാണ് എന്താണെന്ന് പറയുന്നിട്ടുള്ള പേരെന്താ പറയുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കൊന്നും ഇനിയൊന്നും പറയാനില്ലേ? അതായത് ഈ ഷിംജിതയെ പറ്റിയിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇതാണോ ഷിംജിത? ഇതാണോ നിങ്ങൾ കാണുന്ന ഷിംജിത എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷിംജിത എന്ന് പറയുന്നത് ശരിക്ക് ഒരു പെരുങ്കള്ളി തന്നെയാണ്. അതായത് ഇതിൻ്റെ മുഖം മൂടി ഇതൊന്നുമല്ല, ഇതൊരു പെരുങ്കള്ളിയാണ്. നമുക്കൊന്നും അറിയാത്ത പല കാര്യങ്ങളും പല ബിസിനസ്സുകളും ഇവർക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഡായിപ്പിൻ്റെ രാജകുമാരി തന്നെ, വേറെ ഒന്നുമല്ല. ബസ്സിൽ കയറിയിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈൽ, അതായത് ചെറുപ്പക്കാരൻ തോണ്ടി എന്നും അയാൾ ഉരുമി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി മുട്ടിക്കൊടുത്ത് 7ഓളം വീഡിയോകൾ ചിത്രീകരിക്കുകയും പിന്നീട് ജയിലിലായപ്പോൾ ജയിലിലെ തടവുകാരെയെല്ലാം ഭയങ്കരമായിട്ട് അവരുടെ മേക്കിട്ട് കയറുകയും പിന്നെ അവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോഴെന്താണ് പറയുന്നതെന്ന് പറഞ്ഞ് എനിക്ക് സുഖമില്ല, എങ്ങനെയെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണം, അങ്ങനെ രക്ഷപ്പെടാനും കൂടി നോക്കുന്ന ഒരു പെരുങ്കള്ളിയാണ് ഈ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ. ഇതിൻ്റെയൊക്കെ കുടുംബക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? ഇവളുടെയൊക്കെ ചോറ് വാങ്ങിച്ച് തിന്ന ആരായി കഴിഞ്ഞാലും അവരോട് പറയാം, ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? കുടുംബക്കാരെ ഉളുപ്പുണ്ടോ? ആരായി കഴിഞ്ഞാലും ശരി, ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ പോറ്റി വളർത്തിയ നികൃഷ്ട ജീവികൾ, ഈ 10-40 വയസ്സ് വരെ ഇതിനെ പോറ്റി വളർത്തിയ നികൃഷ്ട ജീവികൾ, അതിനേ പറയാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെയുള്ള ഒരു സാധനം ഉള്ളത് കൊണ്ടല്ലേ ആ ഒരു പാവം ചെറുപ്പക്കാരൻ പോയത്. ഈ ഷിംജിത എന്ന് പറയുന്ന ഈ സാധനം കാരണമാണ് ആ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും
ആ ഒരു ജീവിതം തന്നെ പോയത്. ആ കുടുംബത്തിന് എത്ര വലിയ നഷ്ടമാണ്. ആ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം പോയി, ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയി. ഈ സ്ത്രീ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് മുന്നേയും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചെറിയ വിവരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെരുങ്കള്ളി തന്നെയാണ്. കൃത്യമായിട്ട് അന്വേഷിക്കണം. ഇവർ മറ്റൊരു പാർട്ടിയുടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നുണ്ട്. അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും വലിയൊരു തട്ടിപ്പുകാരിയാണോ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്? നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവളെ ഇനി പുറത്തു വിടരുത് എന്ന് തന്നെയാണ്. ഒരുപാട് പേരുടെ ചിലപ്പോൾ ഇതുപോലെ ഇതിന് മുന്നേയും തട്ടിയിട്ടുണ്ടാകും. നമുക്കാർക്കും അറിയില്ലല്ലോ. ഒരുപാട് പേര് നാണക്കേട് കൊണ്ട് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാകും. ഒരുപാട് പേര് ഇത് പുറത്തറിയാതിരിക്കാൻ പൈസ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പൈസ ഈ സ്ത്രീ തട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം നമ്മളെല്ലാവരും കണ്ടതല്ലേ, ബാക്കി എല്ലാ കാര്യത്തിലും വരുമ്പോഴും പർദ്ദയൊക്കെ അണിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ദുബായിൽ പോകുമ്പോഴോ വേറെ എവിടെ പോകുമ്പോഴോ ഇതൊന്നുമില്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മോഡൽ, ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ദീനി. ഇത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടായിപ്പാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. നല്ലവരായ നമ്മുടെ മുസ്ലിം സഹോദരിമാരെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഈ സ്ത്രീയൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെ വെറുതെ വിടാൻ പാടില്ല. ഇതിനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലടക്കണം. ഇതൊക്കെ അനുഭവിക്കണം. ഇതിൻ്റെ കൂട്ടുകാരികൾ കുറേ എണ്ണമുണ്ട്, കുറേ കൂട്ടുകാരികളുണ്ട് ഇതിന്. അതായത് കൂട്ടുകാരികൾ ആരാണെന്നറിയാം, കുറേ എണ്ണമുണ്ട് ഇവിടെ. നമ്മൾ തമ്മിൽ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ശ്രീകണ്ഠൻ നായർ. എന്താ ഘോരഘോരം പ്രസംഗിക്കൽ, എത്ര എണ്ണമാണ് ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വന്നത്. അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായ ഹണി ട്രാപ്പ് കാര്യമാണെന്ന് മനസ്സിലായപ്പോഴും നിങ്ങൾക്ക് എന്താണ് ഇനി പറയാനുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അന്നു മുതൽ തന്നെ ഈ സ്ത്രീയെ എതിർക്കുന്നത്. അതായത് ഇവരുടെ പിന്നിൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പോഴും പുറത്തു വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു വലിയൊരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള പണികൾ ഷംജിദക്ക് കിട്ടുമ്പോഴേ നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. കാരണം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഇവരൊന്നും വെളിയിൽ പോകാൻ പാടില്ല. ഇതുപോലെ കുറേ എണ്ണം മെഴുകുന്ന കുറേ എണ്ണം ഉണ്ട്. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പരിപാടിയായിട്ട് വരും. ഇനിയും ഉടായിപ്പുമായിട്ട് പലരും ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ പോകേണ്ടി വരും. പണ്ട് ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളൊന്നുമില്ല. അതായത് ഏതോ ഒരു ടീം ഇതുപോലെ ചെയ്തു എന്നോ ആ ചെറുപ്പക്കാരൻ പോയിട്ട് മരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഊളകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നല്ലവരായ നമ്മുടെ സഹോദരിമാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഊളകളുണ്ട്. ആ ഊളകളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവറ്റകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായി ജീവിക്കുന്നവരോടോ നല്ലതായി ജീവിക്കുന്നവരോടൊക്കെ അസൂയയാണ്. ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ പേജുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയ്യോ എന്താണ് ഏതൊരു അറക്കല, എന്തൊരു വൃത്തികേടാണ് ആ സ്ത്രീയുടെയൊക്കെ വായിൽ നിന്നും വരുന്നത്. വളരെ മോശമായ വാക്കുകൾ അവരൊക്കെ പറയുന്നത് എന്തോ നമ്മൾ പുരുഷന്മാർ മുഴുവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അധിക്ഷേപങ്ങളാണ് ആ സ്ത്രീയൊക്കെ നടത്തുന്നത്. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഷോയൊക്കെ നടത്തിക്കോളൂ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെയുള്ള ജനങ്ങൾക്ക് വേണ്ടാത്ത, സമൂഹത്തിന് വേണ്ടാത്ത ഇതുപോലെയുള്ള ടീമിനെയൊന്നും കൊണ്ടുവന്നിട്ട് ആ സീറ്റിൽ ഇരുത്തിയിട്ട് നിങ്ങൾക്ക് പോലും കിട്ടിയില്ലേ. ശ്രീകണ്ഠൻ നായരോട് പോലും പറഞ്ഞു എൻ്റെ ശരീരത്തിൽ തുടരുത് എന്ന് പറഞ്ഞ് അലറുകയാണ് ചെയ്തത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ മക്കളും ഒന്ന് ലൈക്ക് അടിച്ചു, അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തു. നന്ദി, നമസ്കാരം.